വൻ വിജയം UDF കരസ്ഥമാക്കിയ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഓരോ പാർട്ടിയും പെർഫോം ചെയ്തിരിക്കുന്നത്, ഓരോ പാർട്ടിയും ഏത് തരത്തിലാണ് അടയാളപ്പെടുത്തുന്നത്, രാഷ്ട്രീയ കക്ഷിനില കക്ഷികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മൾ കണക്ക് സഹിതം നോക്കുന്നത്. CPM-ലേക്കാണ് ആദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് LDF-ലെ ഏറ്റവും പ്രധാന ഒന്നാം ഘടകകക്ഷിയായിട്ടുള്ള CPM-ൽ നോക്കൂ. CPM-ന്റെ കണക്കാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. 3 ടേമിന്റെ കണക്ക്. 2016 CPM ഒന്നാം പിണറായി സർക്കാർ എത്തുമ്പോൾ 58 സീറ്റുകളായിരുന്നു CPM അതിൽ സ്വന്തമാക്കിയത്. 2021 ആകുമ്പോൾ 99 സീറ്റുമായി LDF വിജയിച്ചു കയറുമ്പോൾ അതിൽ 62 സീറ്റുകളും അത് CPM-ന് സ്വന്തമായിരുന്നു. 2026 ആകുമ്പോൾ 35 എന്നുള്ള കണക്കിലേക്ക് LDF ചുരുങ്ങുമ്പോൾ അതിൽ 26 ഇടത്തു മാത്രമാണ് CPM-ന് വിജയിക്കാനായത്. CPM നേരിടുന്നത് വലിയ തകർച്ച തന്നെയാണ് എന്നുള്ളത് ഈ കണക്കിൽ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇനി നമുക്ക് കോൺഗ്രസിന്റെ കണക്ക്. VD സതീഷിന്റെ നേതൃത്വത്തിൽ ടീം UDF പൊരുതിയപ്പോൾ നോക്കൂ, 2016 കോൺഗ്രസിന്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന് 2016 നേടാനായത് വെറും 22 സീറ്റുകൾ മാത്രമാണ്. 2021 എത്തുമ്പോൾ വീണ്ടും തുടർ ഭരണം പിണറായി വിജയൻ സർക്കാർ നേടുമ്പോഴും 22 എന്നുള്ള ആ നമ്പറിൽ മാത്രം ആ പാർട്ടി ഒതുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇതാ 2026 കണക്ക് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 63 സീറ്റുകളിൽ, അതായത് മുൻപ് CPM വിജയിച്ച് 2021 വിജയിച്ചു കയറിയതിനേക്കാൾ കൂടുതൽ 63 സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് ഈ 102 എന്നുള്ള നമ്പറിലേക്ക് UDF എത്തുമ്പോൾ കോൺഗ്രസ് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇനി BJP-യുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, 2016 കണക്ക്. നേമത്ത് മാത്രം രാജഗോപാൽ അദ്ദേഹം അവിടുന്ന് വിജയിച്ചു കയറുകയാണ്. ഒരു അക്കൗണ്ട് കേരളത്തിൽ BJP ചരിത്രത്തിൽ ആദ്യമായി തുറക്കുകയാണ്. പക്ഷേ 2021 വി ശിവൻകുട്ടിയിലൂടെ ആ അക്കൗണ്ട് LDF CPM അവിടെ പൊട്ടിക്കുന്നു. 2021 സംഭൂജിലായിരുന്നു BJP എങ്കിൽ 2026 കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് അവർ കടന്നു വരികയാണ്. 3 സീറ്റുകൾ, 3 ഇടത്ത് അക്കൗണ്ടുകൾ തുറക്കുകയാണ്. അത് നേമത്ത് മാത്രമല്ല, കഴക്കൂട്ടത്തേക്കും അങ്ങ് കൊല്ലത്തെത്തി ചാത്തന്നൂരിലും ഉൾപ്പെടെ സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ പെർഫോമൻസ് തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നു.